എന്താ മോളെ? ആരാ? എവിടുന്നാ? എന്നെ മനസ്സിലായില്ലേ? യതീന്ദ്രൻ. ഗോപീഷിനോടൊപ്പം ഞാനിവിടെ വന്നിട്ടുണ്ട്. അമ്മയ്ക്കും എന്നെ ഓർമ്മ വരുന്നില്ലേ? അന്ന് തിരുവാതിരയായിരുന്നു. തിരുവാതിരപ്പുഴുക്കിന്റെ സ്വാദ് ഇപ്പോഴും എന്റെ നാവിലുണ്ട്. ഞാനും ഗോപീഷനും എന്തുമാത്രം കഴിച്ചത്. അമ്മയല്ലേ ഞങ്ങൾക്ക് വിളമ്പി തന്നത്. അച്ഛനും എന്നെ ഓർമ്മ വരുന്നില്ലേ? അന്ന് ഈ മുറ്റത്ത് കത്തിച്ചു വെച്ച വലിയ നിലവിളക്കിന് ചുറ്റും നന്ദിനിക്കുട്ടിയും ഈ സുഭദ്രയും തിരുവാതിര കളിച്ചത്, ശശി പാടിയത്, ഒടുവിൽ ഗോപീഷനും അവരുടെ കൂട്ടത്തിലിറങ്ങി തിരുവാതിര കളിച്ചതൊക്കെ. ഒരു സന്ധ്യയ്ക്കാണ് ഞങ്ങൾ വന്നത്. വെളുക്ക് മുമ്പ് പോവുകയും ചെയ്തു. അന്നത്തെ തിരക്കിനിടയിൽ ചിലപ്പോ ഓർക്കാൻ വഴിയില്ല. ഗോപികൃഷ്ണന്റെ കൂടെ ആരൊക്കെയോ അവിടെ വന്നിട്ടുണ്ട്. ക്ഷമിക്കണം, ഓർമ്മ കിട്ടുന്നില്ല. വരൂ, അകത്തേക്കിരിക്കാം. എന്താ? അകത്തേക്ക് വരൂ. അച്ഛാ, ഞാൻ വന്നത് ഇത് ഗോപീഷിന്റെ ചിതാഭസ്മം. സുമതി, സുമതി. അയ്യോ അച്ഛാ, ഞാനിങ്ങനെ വഴി തെറ്റി വന്നതാണ്. വഴി തെറ്റിയല്ലേ? ഇന്ന് നിന്റെ കത്ത ഞാൻ കഴിക്കും. കുറെ നാളായി നീ മരുമോൻ ഒറ്റ വീശി വെച്ചെന്നാലുണ്ടല്ലോ രണ്ടായി പോവും. നിനക്ക് നാണമില്ലോടെ തെണ്ടി മതിലിയാടാൻ. സ്വന്തം ഭാര്യയെ കാണാൻ ഒളിച്ചും പതുങ്ങിയും എത്ര കാലോടെ ഇങ്ങനെ വരാൻ പറ്റുന്നേ? തറവാട്ടി കയറ്റം കൊള്ളാത്ത ചെറ്റ. സൂക്ഷിച്ച് സംസാരിക്കാം. രാത്രി എനിക്ക് പേടിയാവും. ഇങ്ങോട്ട് വന്നപ്പോ നിന്റെ പേടി എവിടെയായിരുന്നു? അതെ, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അയ്യടാ, നിന്ന് ചുറ്റിക്കളിക്കാതെ വേഗം സ്ഥലം വിട്ടോ. ഈ രാത്രിയില ഇറങ്ങിയാട്ട മരുമോനെ. രാത്രി എന്നെ കണ്ടാൽ ആരെങ്കിലും പേടിക്കൂലേ? എടാ, നിന്നെ പകല് കണ്ടാൽ ആരും പേടിച്ചു പോവും. മരുമോനെ. ആരോ ചെയ്ത പാപത്തിന് എന്റെ മോൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. എല്ലാം ഭഗവതിയുടെ ഇഷ്ടം പോലെ. എന്നാലും എന്റെ അമ്മയെ, എന്റെ കുഞ്ഞ്, ഇവിടെ എല്ലാവർക്കും എന്തിഷ്ടമായിരുന്നു അവനോട്. ഇവിടെയെന്നല്ല അച്ഛാ, എവിടെയും അവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അവനെ ആദ്യം കണ്ട നിമിഷം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ബോംബെയിലെ തിരക്കേറിയ നരിമാൻ പോയിന്റിൽ വെച്ച് എന്റെ ബൈക്കിന് ഒരു ചെറുപ്പക്കാരൻ ഓവർടേക്ക് ചെയ്തു. ആരും ഓവർടേക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. അവന്റെ ബൈക്കിനെ ഞാൻ ഫോളോ ചെയ്തു. പെട്ടെന്ന് എന്റെ ബൈക്ക് സ്കിഡ് ചെയ്ത് ബോധം തെളിയുമ്പോൾ എന്റെ മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന ഗോപികൃഷ്ണന്റെ മുഖം ഞാൻ കണ്ടത്. അന്ന് തുടങ്ങിയ ഞങ്ങളുടെ സൗഹൃദം രക്തബന്ധത്തിന് പോലും അതീതമായിരുന്നു. പക്ഷേ വിധി ക്രൂരമായി പോയി. അച്ഛന്റെ മകനെയും എനിക്ക് എന്റെ കൂടപ്പുറപ്പിനെയും നഷ്ടപ്പെട്ടു. ഒന്ന് വേഗം വാടാ. ഇനി എന്ത് തകരാറാണെന്ന് അവിടെ ചെല്ലും പറയാം. ഇതൊക്കെ ശരിയാക്കിയിട്ട് ഇനി എപ്പം വീട്ടിൽ ചെല്ലാനാ മോനെ? വേണ്ടേ, വണ്ടി വിടാൻ പോവാ. നിന്ന് പോയാൽ ഉന്തേണ്ടി വരും. സെൽഫില്ലാത്തതാ. അതൊരു പുതിയ കാര്യമല്ലല്ലോ, ദിനഗതിയല്ലേ.
ഞാൻ യതീന്ദ്രൻ, ഗോപീഷിന്റെ സുഹൃത്താ. ഞാൻ ഉത്തമൻ. അറിയാമോ? എല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാം. സുധി, നജീബ്, രാജു, അല്ലേ? ഗോപീഷിന് എപ്പോഴും പറഞ്ഞ് മനസ്സിൽ പതിഞ്ഞ അതേ മുഖങ്ങൾ. അകത്തേക്കിരുന്ന് സംസാരിക്കാം. ഏയ് വേണ്ട, നിങ്ങൾ എവിടേക്കോ പോവാൻ ഇറങ്ങിയതല്ലേ. നമുക്ക് സൗകര്യം പോലെ പിന്നെ കാണാം. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ഇതുപോലൊരു വില്ലേജിൽ നിങ്ങൾ എടുക്കുന്ന ഈ റിസ്ക് ഉണ്ടല്ലോ, എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഗോപീഷൻ പറഞ്ഞത് എത്ര ശരിയാ. അല്ല, ഇവിടെ എത്ര ചാനലുകൾ കിട്ടുന്നുണ്ട്? തിരിച്ചും മറിച്ചും തിരിച്ചും വെച്ചാ 5-6 ചാനൽ വരെ കിട്ടും. ഞങ്ങളുടെ റിസീവറിന് അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഗ്രാമത്തിലൊക്കെ അത് തന്നെ ധാരാളം. അത് പോരാ. ഞങ്ങളുടെ കമ്പനിക്ക് ജപ്പാനിലെ സോണിയുമായി നല്ല ഡീലിങ്സാ. അവരുമായി ട്രാൻസാക്ഷൻ നടത്താനുള്ള ചുമതല ഗോപീഷനായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസീവറിനെ കുറിച്ച് അവരോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പാവം ഗോപിയേട്ടൻ. നിങ്ങൾക്ക് വേണ്ടിയും ഗോപീഷിനു വേണ്ടിയും ഞാനത് പ്രൊസീഡ് ചെയ്യും. വരട്ടെ. मुझे प्यार हुआ अल्लाह मियां, मुझे प्यार हुआ अल्लाह मियां, मुझे प्यार हुआ अल्लाह मियां, हरी बरसात में इकरार हुआ अल्लाह मियां, मुझे प्यार हुआ अल्लाह मियां. ഹലോ, ഇത്ര കാലത്തെ ആണെങ്കിൽ ഉത്തമ സാർ എങ്ങോട്ടാണോ ആവോ? സുഹൃത്തെ, സൗന്ദര്യം ദൈവതത്വമാണ്. അതിൽ അസൂയപ്പെട്ട് യാതൊരു കാര്യമില്ല. മനസ്സിലായോ? മനസ്സിലായേ. ദൈവം ഇത്ര നീതിമാനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. നമ്മുടെ ഈ പരസ്പര ധാരണയും വിശ്വാസവുമാണ് സുഹൃത്തെ ഈ സ്ഥാപനത്തിന്റെ വിജയ രഹസ്യം. അതെ. മോനെ നജീബേ, എന്തോ? മോനിന്ന് ഇവിടെ നിൽക്ക്. ഞാൻ പോയി ലൈൻ കമ്പനി ആ ജീപ്പിന്റെ കീങ്. സ്കൂട്ടറിൽ പോയാ പോരാ മോനെ? സ്കൂട്ടറിന് പോകാൻ വീതിയില്ലാത്ത വഴിയാണ് മോനെ. സ്കൂട്ടർ പോകാൻ വീതിയില്ലാത്ത വഴി ജീപ്പ് എങ്ങനെ പോകും മോനെ? ഇതിലേ പോകാത്ത മോനെ. വഴി ഇല്ലെങ്കിൽ വഴി ഉണ്ടാക്കി ജീപ്പ മോളെ ബോംബക്കരി എപ്പ കല്യാണം? വയസ്സാം കാലത്ത് പെണ്ണ് കിട്ടിയിട്ട് അപ്പ കല്യാണം. അല്ല, ഉത്തമൻ ചേട്ടന് ജോലി കിട്ടിയാൽ അപ്പ കല്യാണം. അപ്പ കല്യാണം, അപ്പ കല്യാണം. പാവം. ഹായ് ദീപ. अरे बाबूजी कब आया? കാപ്പി ആയോന്ന്? കാപ്പി എടുക്കുന്ന സമയമൊന്നും ആയിട്ടില്ലെന്നേ. बहुत सुंदर लगता है, बहुत अच्छा है. കല്യാണം പോലും കഴിച്ചിട്ടില്ലാതെ ഞാൻ എന്നച്ഛനായിരുന്നു. അതവൻ ജവഹരൻ പ്രസിഡന്റ്, 3 കിടാങ്ങളുടെ തന്തയാവൻ. ഓ, ജവഹറിന് 3 മക്കളാ? बहुत अच्छा. പിന്നെ ഈ കാര്യത്തിൽ ബഹുത്തച്ഛനല്ല, പെരുന്തച്ഛനാ കള്ളൻ. എന്ത് രസമായിരിക്കുന്നല്ലേ. ഇപ്പൊ തന്നെ എത്ര സ്നാപ്പ് എടുത്തെന്ന് അറിയാമോ ബാബുജിക്ക്? ഇവിടെ പ്രകൃതിക്ക് മാത്രമല്ല സൗന്ദര്യം. നോക്കൂ ദീപ, മനുഷ്യരിലും അത് കാണുന്നില്ലേ? ഈ സൗന്ദര്യം ഞാനൊന്ന് പകർത്തിക്കോട്ടെ. എന്തിനാ ഒന്നാക്കുന്നത്? പോസ് പോസ്. ശരിയായിരിക്കാം. അയ്യോ, ഫിലിം തീർന്നു പോയി. ഓ, ഫിലിമിന് തീരാൻ കണ്ടൊരു സമയം. ദീപ, എന്നെ ആ ഹൃദയത്തിലേക്കൊന്ന് പകർത്തിയെടുക്കൂ. തിങ്കൾ പോറ്റും കലമാനി കരിമീൻ കണ്ടുടിക്കാൻ എന്താണ്? മാറിൽ കൈനകത്തിൻ ശരമേറ്റു, മായ പൂങ്കരിക്കിൽ മുറിവേറ്റു, ചുണ്ടി പാട്ടുമായി ചൂളം വിളിയുമായി വരു നീ വാർക്കുയിലേ. കാണാ തിങ്കൾ പോറ്റും കലമാനി കരിമീൻ കണ്ടുടിക്കാൻ എന്താണ്? മാറിൽ കൈനകത്തിൻ ശരമേറ്റു, മായ പൂങ്കരിക്കിൽ മുറിവേറ്റു, ചുണ്ടി പാട്ടുമായി ചൂളം വിളിയുമായി വരു നീ വാർക്കുയിലേ. വയണ പൂക്കും പാടവരമ്പിൽ വിരിഞ്ഞു നിൽക്കണ പൂമോളെ, വിത്തുവരച്ചും വെള്ളം തേവിയും കറ്റമെരിക്കാൻ വരണുണ്ട്, നിൻ കറ്റമെരിക്കാൻ വരണുണ്ട്. വയണ പൂക്കും പാടവരം